നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒമാനുമായുള്ള സമഗ്ര പങ്കാളിത്ത കരാറിന്റെ പ്രഖ്യാപനം വ്യാഴാഴ്ച. പ്രതീക്ഷയിൽ വിപണിയും കേരളത്തിലെ വാണിജ്യ ലോകവും. അദാനി കുടുംബത്തിനെതിരെ ഇൻസൈഡർ ട്രേഡിംഗ് ആരോപണവുമായി സെബി. NDTV ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും റിപ്പോർട്ട്. റിസർവ് ബാങ്ക് ഇടപെടലിന്റെ കരുത്തിൽ തിരിച്ചുവരവ് നടത്തി രൂപ. RBI നടത്തിയത് $5 ബില്യൺ ഇടപെടലെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ താരിഫ് ഉപരോധത്തിനിടയിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിപ്പുമായി ഇന്ത്യ. ഡിസംബറിലെ ഇറക്കുമതി പ്രതിദിനം 12 ലക്ഷം ബാരൽ കടക്കുമെന്ന് വിലയിരുത്തൽ. താരിഫുകൾ വഴി ആഗോള വ്യാപാരം ആയുധമാക്കപ്പെടുന്നു എന്ന് നിർമ്മല സീതാരാമൻ. ഇന്ത്യ ശ്രദ്ധാപൂർവം വ്യാപാര ചർച്ചകൾ നടത്തണമെന്നും ധനമന്ത്രി. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 120 പോയിന്റ് ഇടിഞ്ഞ് 84,559 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 41 പോയിന്റ് ഇടിഞ്ഞ് 25,718 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രീ മാർക്കറ്റ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവിലായിരുന്നു വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ക്ലോസിങ്ങിനോട് അടുക്കാവുന്ന നേരത്ത് ആ ഒരു 0.5%ലേക്കും താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നിലവിലെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.16% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,818 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഇടിവ് ഇന്നിപ്പോൾ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണുള്ളത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 22 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 28 ഓഹരികളാണ് ഇന്നിപ്പോൾ ഇടിവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.18% ഒരു ഇടിവാണ് നിഫ്റ്റി ബാങ്കിൽ, അതായത് 107 പോയിന്റുകൾ, ഏകദേശം 108 പോയിന്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 58,926 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ഇന്നിപ്പോൾ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നിന്ന് 8 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ, അതായത് ആകെ 12 ഓഹരികളാണ് നിലവിലെ ഈ ഒരു സൂചികയുള്ളതിൽ 8 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 4 ഓഹരികളാണ് ഇടി ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഓഹരികൾ, അത് HDFC ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള ഈ ഒരു ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ബാങ്കിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് ആണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് കടക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഒരു ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. അതായത് നിഫ്റ്റി ഒരു ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയ്ക്കാണ് നിഫ്റ്റി 50യിലായാലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ആ ഒരു ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നൽകിയിരിക്കുന്ന 2 ഓഹരികളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇടിവ് തന്നെയാണ് ഇന്നിപ്പോൾ എന്തായാലും നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന FII സെല്ലിങ്സ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിപണിക്ക് ഒരു തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം പുരോഗമിക്കുകയാണ്. ഒമാനുമായുള്ള സമഗ്ര പങ്കാളിത്ത കരാറിന്റെ പ്രഖ്യാപനം വ്യാഴാഴ്ചയുണ്ടാകും. പ്രതീക്ഷയിൽ വിപണിയും കേരളത്തിലെ വാണിജ്യ ലോകവും. സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് വ്യത്യസ്തമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. ഇത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് പുതിയ വേഗത നൽകും. കരാറിന്റെ പ്രഖ്യാപനം മസ്കറ്റിലാണ് നടക്കുക. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇതിനോടകം തന്നെ മസ്കറ്റിലെത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം ചെയ്യുന്ന ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളുടെയും കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നുകിൽ പൂർണ്ണമായും ഒഴിവാക്കും, അല്ലെങ്കിൽ ഗണ്യമായി കുറയ്ക്കുമെന്നതാണ് കരാറിന്റെ പ്രധാന നേട്ടം. സേവന മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും സഹായിക്കും. ഇന്ത്യ പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളും യൂറിയയുമാണ് ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ധാന്യങ്ങൾ, ഇലക്ട്രിക്കൽ മെഷീനറികൾ, ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഒമാനിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്.
പുതിയ കരാറിലൂടെ ഈ മേഖലകൾക്കെല്ലാം വലിയ കുതിച്ചുചാട്ടം ലഭിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ വളരെ നിർണായകമാണ്. ഒമാനിലെ നിർമ്മാണ, എണ്ണവാതക മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് വിസ നടപടികൾ എളുപ്പമാക്കുന്ന ജോയിന്റ് മൊബിലിറ്റി വ്യവസ്ഥകൾ കരാറിലുണ്ട്. കൂടാതെ ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, കടൽ വിഭവങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ കേരളത്തിന് വൻ ലാഭമുണ്ടാക്കാൻ സാധിക്കും. ഒമാനൈസേഷൻ നയങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ ഈ കരാറിലൂടെ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ IT സേവന മേഖലയിലുള്ള മലയാളികൾക്കും പുതിയ അവസരങ്ങൾ ഒമാനിൽ തുറക്കപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അദാനി കുടുംബം ഇൻസൈഡർ ട്രേഡിംഗ് നടത്തിയെന്ന ഗുരുതര ആരോപണവുമായി സെബി. NDTV ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും റിപ്പോർട്ട്. ഗൗതം അദാനിയുടെ അനന്തരവനും അദാനി ഗ്രൂപ്പ് ഡയറക്ടറുമായ പ്രണവ് അദാനിക്കെതിരെയാണ് സെബി ഷോക്കോസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രണവ് അദാനി തന്റെ ബന്ധുക്കളായ കുനാൽ ഷാ, നൃപാൽ ഷാ, ധൻപാൽ ഷാ എന്നിവർക്ക് NDTV ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് സെബിയുടെ കണ്ടെത്തൽ. 2022 ഓഗസ്റ്റിലാണ് അദാനി ഗ്രൂപ്പ് NDTV ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനം പുറത്തുവരുന്നതിനു മുമ്പ് തന്നെ പ്രണവ് അദാനിയും ബന്ധുക്കളും തമ്മിൽ നിരന്തരമായ ഫോൺ കോളുകൾ കൈമാറിയതായി സെബി നിരീക്ഷിച്ചു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഇവർ NDTV ഓഹരികൾ വൻതോതിൽ വാരിക്കൂട്ടി. സെബിയുടെ കണക്കനുസരിച്ച് കുനാൽ ഷാ മാത്രം ഏകദേശം 78,000 ഓഹരികളാണ് വാങ്ങിക്കൂട്ടിയത്. ഒരു ദിവസം വിപണിയിൽ നടന്ന ആകെ NDTV വ്യാപാരത്തിന്റെ 9% ഇദ്ദേഹമായിരുന്നു നടത്തിയത്. പ്രഖ്യാപനം വന്നതോടെ ഓഹരി വില കുതിച്ചുയർന്നു. ഇതിലൂടെ കുനാൽ ഷാ 52.89 ലക്ഷം രൂപയും മറ്റു ബന്ധുക്കളിൽ ഒരാൾ 52 ലക്ഷം രൂപയും മറ്റൊരാൾ 32 ലക്ഷം രൂപയും നിയമവിരുദ്ധ ലാഭമുണ്ടാക്കിയെന്നാണ് ആരോപണം. സെബിയുടെ നടപടി ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ വിലയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുന്നതും അത് ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുന്നതും ഇൻസൈഡർ ട്രേഡിംഗ് നിയമപ്രകാരം കുറ്റകരമാണ്. ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾക്കായി സെബി അന്വേഷണം ഊർജിതമാക്കി. അദാനി ഗ്രൂപ്പ് ഈ ആരോപണങ്ങളോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് സമാനമായ കേസ് തെളിവുകളുടെ അഭാവത്തിൽ സെബി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിസർവ് ബാങ്ക് ഇടപെടലിന്റെ കരുത്തിൽ തിരിച്ചുവരവ് നടത്തി രൂപ. RBI നടത്തിയത് $5 ബില്യൺ ഇടപെടലെന്ന് റിപ്പോർട്ട്. ഡോളറിനെതിരെ 91.14 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് വീണ രൂപ ഒറ്റ ദിവസം കൊണ്ട് 1% തിരിച്ചുവരവാണ് നടത്തിയത്. 90.34 നിലവാരത്തിലേക്ക് തിരിച്ചെത്തി. $5 ബില്യൺ സ്വാപ്പ് ലേലമാണ് റിസർവ് ബാങ്ക് നടത്തിയത്. ഇതിലൂടെ രൂപയുടെ അമിത ചാഞ്ചാട്ടം നിയന്ത്രിക്കാൻ RBIക്ക് സാധിച്ചു. 2022 നവംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടത്തിനാണ് ഫോറക്സ് മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചതും. വിപണിയിലെ അമിതമായ അസ്ഥിരത ഒഴിവാക്കാൻ RBI നടത്തിയ ഇടപെടൽ ഫലം കണ്ടു. ഒരു ഘട്ടത്തിൽ രൂപയുടെ മൂല്യം 91.03 നിലവാരത്തിൽ നിന്ന് ₹1 6 പൈസ വർദ്ധിച്ച് 89.97 എന്ന നിലയിലേക്ക് കുതിച്ചുയർന്നു. അതേസമയം 90.50 വരെ രൂപയ്ക്ക് ശക്തമായ സപ്പോർട്ടുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എങ്കിലും ഡോളർ സൂചിക ശക്തമായി തുടരുന്നത് വരും ദിവസങ്ങളിലും വെല്ലുവിളിയായേക്കും. US ഫെഡ് റിസർവ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതും ഇന്ത്യ-US വ്യാപാര ചർച്ചകളിലെ പുരോഗതിയും വരും ദിവസങ്ങളിൽ രൂപയ്ക്ക് നിർണായകമാകും. രൂപയുടെ മൂല്യത്തിലുണ്ടാവുന്ന ഈ പെട്ടെന്നുള്ള തിരിച്ചുവരവിൽ നിക്ഷേപകരും ജാഗ്രതയിലാണ്. ഓഹരി വിപണി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് നേട്ടമാണ് തിരിച്ചുവരവ്. അസംസ്കൃത വസ്തുക്കൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെയിന്റ്, ടയർ, ഓട്ടോമൊബൈൽ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് രൂപ കരുത്താർജിക്കുമ്പോൾ ചെലവ് കുറയുകയും ലാഭം കൂടുകയും ചെയ്യും. അതേസമയം വരുമാനം ഡോളറിൽ ലഭിക്കുന്ന IT, ഫാർമ കമ്പനികൾക്ക് രൂപയുടെ മൂല്യം കൂടുന്നത് ലാഭവിഹിതത്തിൽ നേരിയ കുറവുണ്ടാക്കാം. എന്നാൽ RBIയുടെ ഇടപെടലിലൂടെ രൂപ സ്ഥിരത കൈവരിച്ചാൽ മാത്രമേ ഈ ആശ്വാസം നിക്ഷേപകരിലേക്ക് എത്തൂ. അതിനാൽ റിസർവ് ബാങ്കിന്റെ ഇടപെടലും രൂപയുടെ ചാഞ്ചാട്ടവും റഡാറിലാണെന്ന് വിദഗ്ധരും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ താരിഫ് ഉപരോധത്തിനിടയിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിപ്പുമായി ഇന്ത്യ. ഡിസംബറിലെ ഇറക്കുമതി പ്രതിദിനം 12 ലക്ഷം ബാരൽ കടക്കുമെന്ന് വിലയിരുത്തൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഉപരോധമില്ലാത്ത പുതിയ വിതരണക്കാരെ കണ്ടെത്തിയാണ് ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഡിസംബറിലെ ഇറക്കുമതി പ്രതിദിനം 12 ലക്ഷം ബാരൽ കടന്നേക്കാം. നവംബർ 21 ഡെഡ്ലൈനിന് മുമ്പായി റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവയുമായുള്ള ഇടപാടുകൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ കമ്പനികൾ കാണിച്ച വേഗതയാണ് ഈ വർധനവിന് പിന്നിൽ.
ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പഴയതുപോലെ തന്നെ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നു. ഭാരത് പെട്രോളിയം തങ്ങളുടെ ജനുവരിയിലെ പർച്ചേസ് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഹിന്ദുസ്ഥാൻ പെട്രോളിയവും പുതിയ ഇടപാടുകൾക്കായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ റിലയൻസ് പോലുള്ള ചില സ്വകാര്യ കമ്പനികൾ ജനുവരിയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. രാജ്യാന്തര വിപണിയിലെ ബ്രെന്റ് ക്രൂഡ് വിലയേക്കാൾ ബാരലിന് ഏകദേശം $6 വരെ കുറഞ്ഞ നിരക്കിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത്. ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് ഈ ഡിസ്കൗണ്ട് ഇപ്പോൾ 3 ഇരട്ടിയാണ്. ഉപരോധം മറികടക്കാൻ മാർക്കറ്റ് സ്വാപ്പിംഗ് എന്ന തന്ത്രമാണ് പയറ്റുന്നത്. അതായത് ഉപരോധമുള്ള കമ്പനികളുടെ എണ്ണ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ഉപരോധമില്ലാത്ത സ്ഥാപനങ്ങൾ വഴി എണ്ണ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താരിഫുകൾ വഴി ആഗോള വ്യാപാരം ആയുധമാക്കപ്പെടുന്നു എന്ന് നിർമ്മല സീതാരാമൻ. ഇന്ത്യ ശ്രദ്ധാപൂർവം വ്യാപാര ചർച്ചകൾ നടത്തണമെന്നും ധനമന്ത്രി. താരിഫ് വഴിയും മറ്റ് നിരവധി നടപടികളിലൂടെയും വ്യാപാരം ആയുധമാക്കപ്പെടുന്നതായും ഇന്ത്യ ഇക്കാര്യത്തിൽ ശ്രദ്ധാപൂർവം ഇടപെടണമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയാണ് നമുക്ക് അധിക നേട്ടം നൽകാൻ പോകുന്നതെന്ന് ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. ടൈംസ് നെറ്റ്വർക്കിന്റെ ഇന്ത്യ ഇക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ. വ്യാപാരം സ്വതന്ത്രവും നീതിയുക്തവുമല്ലെന്ന് ആഗോളതലത്തിൽ ഇപ്പോൾ വളരെ വ്യക്തമാണെന്നും അവർ പറഞ്ഞു. ഇന്ത്യയുടെ ഉദ്ദേശം ഒരിക്കലും താരിഫ് ആയുധമാക്കുക എന്നതല്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ആഭ്യന്തര വ്യവസായങ്ങളെ മാത്രമേ സംരക്ഷിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ന് വ്യാപാരത്തെ ആയുധവൽക്കരിക്കുന്നത് വിമർശനത്തിന് വിധേയമല്ലെന്ന് മന്ത്രി പറഞ്ഞു. താരിഫ് നല്ലതല്ലെന്നും ആരും ഈ നടപടികൾ സ്വീകരിക്കരുതെന്നും ചില രാജ്യങ്ങൾ പറയുന്നു. എന്നാൽ പുതിയതായി ഓരോ രാജ്യങ്ങൾ താരിഫ് ഏർപ്പെടുത്തുന്നതായും അവർ പറഞ്ഞു. അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകൾ ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയിരുന്നു. സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് മെക്സിക്കോയും അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. ഒമാൻ വിപണി കീഴടക്കാൻ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങളും കടൽ വിഭവങ്ങളും ഒരുങ്ങുന്നു. ഇന്ത്യ ഒമാൻ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ കർഷകർക്കും കയറ്റുമതിക്കാർക്കും വലിയ സാമ്പത്തിക അവസരങ്ങളാണ് തുറക്കുന്നത്. ഇറക്കുമതി തീരുവകൾ ഒഴിവാക്കിയതോടെ നാടൻ ഉൽപ്പന്നങ്ങൾക്ക് ഒമാൻ വിപണിയിൽ സ്വീകാര്യത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നതോടെ കേരളത്തിലെ ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്ക് ഒമാനിൽ വൻ ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നു. ഇറക്കുമതി തീരുവ ഒഴിവാക്കിയതോടെ വിയറ്റ്നാം, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കേരള ഉൽപ്പന്നങ്ങൾ ഒമാനിൽ വിൽക്കാനാകും. ഇത് കർഷകർക്ക് മികച്ച വിലയും സ്ഥിരമായ വരുമാനവും ഉറപ്പാക്കും. കരാർ കേരളത്തിന്റെ മത്സ്യബന്ധന മേഖലയ്ക്കും ഉണർവാകും. ഒമാൻ ഇറക്കുമതി ചെയ്യുന്ന മത്സ്യങ്ങളിൽ വലിയ പങ്ക് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇതോടെ കയറ്റുമതിയിൽ 15 മുതൽ 20% വരെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും ഉൽപ്പന്നങ്ങൾ ഒമാൻ വിപണിയിലെത്തിക്കാൻ ഇത് അവസരം ലഭിക്കും. ഇതോടെ പ്രവാസി മലയാളികൾക്കിടയിൽ കേരള ബ്രാൻഡുകൾക്ക് ലഭിക്കുന്ന വിശ്വാസവും കൂടുതൽ ശക്തമാകും. കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥ മൂവ്മെന്റ് ഓഫ് നാച്ചുറൽ പേഴ്സൺസ് എന്നതാണ്. ഇതനുസരിച്ച് IT പ്രൊഫഷണലുകൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അക്കൗണ്ടന്റുമാർ എന്നിവർക്ക് ഒമാനിലേക്കുള്ള വിസ നടപടികൾ ലളിതമാക്കും. ബിസിനസ് വിസകൾ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും ഇതുവഴി കഴിയും. കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിക്കുന്നതോടെ വെയർഹൌസിംഗ്, ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് മേഖലകളിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,330 രൂപയിലും പവന് 98,640 രൂപയിലുമാണ് വ്യാപാരം. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 50 രൂപ കൂടി 10,140 രൂപയായി. വെള്ളിവിലയിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 208 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാനുമായുള്ള സമഗ്ര പങ്കാളിത്ത കരാറിന്റെ പ്രഖ്യാപനം വ്യാഴാഴ്ച. പ്രതീക്ഷയിൽ വിപണിയും കേരളത്തിലെ വാണിജ്യ ലോകവും. അദാനി കുടുംബത്തിനെതിരെ ഇൻസൈഡർ ട്രേഡിംഗ് ആരോപണവുമായി സെബി. NDTV ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും റിപ്പോർട്ട്. റിസർവ് ബാങ്ക് ഇടപെടലിന്റെ കരുത്തിൽ തിരിച്ചുവരവ് നടത്തി രൂപ. RBI നടത്തിയത് $5 ബില്യൺ ഇടപെടലെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ താരിഫ് ഉപരോധത്തിനിടയിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിപ്പുമായി ഇന്ത്യ. ഡിസംബറിലെ ഇറക്കുമതി പ്രതിദിനം 12 ലക്ഷം ബാരൽ കടക്കുമെന്ന് വിലയിരുത്തൽ. താരിഫുകൾ വഴി ആഗോള വ്യാപാരം ആയുധമാക്കപ്പെടുന്നു എന്ന് നിർമ്മല സീതാരാമൻ. ഇന്ത്യ ശ്രദ്ധാപൂർവം വ്യാപാര ചർച്ചകൾ നടത്തണമെന്നും ധനമന്ത്രി.